ഏറ്റവും വലിയ ത്രില്ല് എന്താണ്? പാപമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കാനാണ് ത്രില്ല്. ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാതെ എന്താ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില്ലെന്ന് പറഞ്ഞാൽ. ചാലഞ്ചാണ്. ലോകത്തോടും ശരീരത്തോടും പിശാചോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്നതിനുള്ള നിസ്സാര കാര്യപരമാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കാര്യം. ഇപ്പം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയണില്ലേ? അപ്പോഴെന്താണ്? അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന്. അത് ആരാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്? ആരോടാണ്? നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പരമപിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പിതാവ് ഈശോ ഒന്നായതുകൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോയോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളിനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവത്തിൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ആ തരാനുള്ള ആൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ പ്രലോഭനങ്ങളുടെ മേലെ നമുക്ക് വിജയം വരിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കുന്നത്. അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല. നമുക്കൊരു കൃപ കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ പ്രലോഭനം മാത്രമല്ല, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാമം പൂജിതമാകുന്നുണ്ടു എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.